മാന്യസദാൽ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. വിടുതലിൻ സന്ദേശത്തിലേക്ക് നിങ്ങൾ സ്വാഗതം. ഈ സന്ദേശം നിങ്ങൾ വിടുതലും അനുഗ്രഹമാകുന്നു അറിയുന്ന സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇടപെട്ടു, സംസാരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് നല്ല ഇടയനായി കർത്താവിനെ പിൻപറ്റുന്ന നല്ല തൻ്റെ ആടുകൾക്ക് വേണ്ടി അവൻ ചെയ്യുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ 4 വാക്യത്തിലൂടെ 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 5-6 വാക്യങ്ങളോട് നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന അതിപ്രധാനമായ 4 കാര്യങ്ങളുടെ പഠിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നല്ല ഇടയനായ കർത്താവിനെ പിൻപറ്റുന്ന ആടുകൾക്ക് ശത്രു കാണുകയെ വിരുന്നൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ശത്രു ഉണ്ടെങ്കിൽ ഒരു വിരുന്നുമുണ്ട്. ശത്രുക്കൾ കാണുകയുള്ള വിരുന്ന് ശ്രേഷ്ഠകരമാണ്. 124-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 129-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും ഒരേ പല്ലവി നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്രായേൽ പറയേണ്ടതെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ ഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണമീതെ കവിയുമായിരുന്നു. പൊങ്ങിയ വെള്ളം നമ്മുടെ പ്രാണമീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിനെ ഇരയായി കൊടുക്കായിയാൽ ഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാടുകളെ വിഴുങ്ങുവാൻ കാത്തു നിൽക്കുന്ന ഹിംസജന്തുക്കളുടെ വായിൽ നിന്ന്, പല്ലുകളുടെ ഇടയിൽ നിന്ന് അവൻ വിടുവിക്കുന്നു. വേട്ടക്കാട് കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ശത്രുക്കൾ കാണുക അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നിന്നെ പകയ്ക്കുന്ന എല്ലാവർക്കും മീതെ അവൻ നിന്നെ ഉയർത്തുന്നവനാണ്. 124-ാം സങ്കീർത്തനം ഇപ്പോൾ നമ്മൾ വായിച്ചു. 129-ാം സങ്കീർത്തനം ഇത് തന്നെ പറയുന്നു. 129-ാം സങ്കീർത്തനം 2 വാക്യം: ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ ജയിച്ചില്ല. ശത്രു നിന്നെ ഉപദ്രവിക്കും, പക്ഷേ ജയിക്കുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ജയം ദൈവവേദനുള്ളതാണ്. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു: ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവനെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവനെ വിശാലതയ്ക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചുകൊണ്ട് എന്നെ വിടുവിച്ചു. 32-ാം വാക്യം: എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്നെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. ഒടി രക്ഷപ്പെടാൻ കഴിയാത്തിടത്തുനിന്ന് ദൈവം രക്ഷപ്പെടുത്തുന്നവനാണ്. അവൻ എൻ്റെ കൈകൾക്ക് വിദ്യാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങൾക്ക് താമ്ര ചാപം കുലയ്ക്കുന്നു. അവൻ ശത്രുവശത്ത് തന്നെ വിടുവിക്കുന്നു. അടുത്ത പദം: എന്നെ എതിർക്കുന്നവർക്ക് മീതേ നീ എന്നെ ഉയർത്തുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവവൈതലേ, നമ്മളെ എതിർക്കുന്നവർക്ക് മീതേ നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ ദൈവശക്തനാണ്. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, ശത്രു പല്ലുകടി ചുരുങ്ങും. നിന്റെ വീഴ്ച കാണുവാൻ, താഴ്ച കാണുവാൻ, തകർച്ച കാണുവാൻ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തും. എത്രയോ അഭിഷക്തന്മാരുടെ അനുഭവമാണത്. തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ ദൈവം ഉയർത്തും. ഇതിനു മുമ്പ് ഞാൻ ഈ വേദഭാഗം വിചിന്തനം ചെയ്തിട്ടുണ്ട്. മോശക്കുഞ്ഞിനെ രക്ഷിക്കാൻ അപ്പയപ്പന്മാർ നോക്കി നടക്കാതെ വന്നപ്പോൾ ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി അകത്തും പുറത്തും കീല് തേച്ച് നീലനദിയിലേക്ക് തള്ളിവിട്ടു. നീലനദിയുടെ പ്രത്യേകത ചീങ്കണ്ണികൾ വാപിള നിൽക്കുന്ന വിഹാരരംഗമായ സ്ഥലമാണ്. മനുഷ്യ മാംസഗന്ധമടിച്ചാൽ, മനുഷ്യൻ്റെ മണമടിച്ചാൽ അത് ഓടിയെടുക്കും, കടിച്ചു കീറി തിന്നും. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ മോശക്കുഞ്ഞിനെ ഒഴുക്കിവിട്ടത്. ചീങ്കണ്ണികളുടെ വികാരരംഗത്തേക്ക് ഒഴുക്കിവിട്ടു. പുറപ്പാട് പുസ്തകം 2:4 നാം വായിക്കുന്നവൻ എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നേരത്ത് നടന്നു. ഞങ്ങളുടെ കയ്യിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസി അയച്ചു. 2 കാര്യം: 1, ചീങ്കണ്ണികളുടെ നടുവിലേക്കാണ് തള്ളിവിട്ടത്. 2, മോശക്കുഞ്ഞിനെ ഉൾപ്പെടെ ബാലന്മാരെ വധിക്കാൻ, കൊല്ലാൻ എവിടെ പദ്ധതിയിട്ടോ അവിടെ നിന്നുള്ള രാജ്ഞിയാണ് കുളിക്കാൻ വന്നിരിക്കുന്നത്, രാജാവിൻ്റെ പുത്രി.
ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ ഒരു പദം പോസിറ്റീവായിട്ടാണ് അവൾ നോക്കി നിന്നതെങ്കിലും ഇനി നെഗറ്റീവാണെങ്കിൽ എന്തു ഭവിക്കും എന്ന് കാത്തു നിൽക്കുമ്പോഴാണ് പറവോൻ്റെ പുത്രി വരുന്നത്. ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കുഞ്ഞിനെ കാണുമ്പോൾ വാളെടുക്കുക, വെട്ടുക എന്നാണ് ഇവൾ പറയേണ്ടത്. പക്ഷേ അവൾക്ക് അതിനോട് അലിവ് തോന്നിയെന്ന് കാണുന്നു. ഞാൻ കൂടെ പ്രസംഗിക്കും പറയാറുണ്ട്, ചീങ്കണ്ണികളോട് കൽപ്പിച്ച ദൈവം തന്നെ പറവോൻ്റെ പത്നിയോട് കൽപ്പിച്ചു, ശത്രുക്കൾ കാണുക, ദൈവം നിനക്ക് വിരുന്നൊരുക്കും. എന്ത് ഭവിക്കും, നിന്റെ കുടുംബത്തിന്, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ സഭയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ ദൈവം നിന്നെ ഒരു അത്ഭുത വിഷയമാക്കും. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ എന്ത് ഭവിക്കുമെന്ന് കാത്തുനിന്ന അനവധി ആളുകളുടെ നടുവിൽ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി എന്നെ നിർത്തി. നിങ്ങളെയും ദൈവം നിർത്തും. പരിശുദ്ധാത്മാവിലാണ് ഞാൻ വിളിച്ചു പറയുന്നത്. നിന്റെ തകർച്ച കാട്ട്, നിന്റെ വീഴ്ച കാട്ട്, നീ അപമാനിക്കപ്പെടുന്ന കാട്ട്, നീ തകർന്നു പോകുന്ന കാട്ട്, നീ ശുശ്രൂഷ ഇല്ലാതാകുന്ന കാട്ട്, നിന്റെ ശബ്ദമടയുന്നത് കാട്ട്, ശത്രുവും അഭിഷേകം ചെയ്തതും ചിലരും നോക്കി നിൽപ്പുണ്ട്. ഒരിക്കലും ഒരു ദൈവവൈതൽ തകർന്നു കാണാൻ ഒരു ദൈവവൈതൽ ആഗ്രഹിക്കില്ല. പൈശാചിക ശക്തി വ്യാപരിക്കുന്നവനെ ഒരു അഭിഷക്തൻ തകരാൻ ആഗ്രഹിക്കൂ. അങ്ങനെയെങ്കിൽ അന്ധകാര വ്യാപാരങ്ങൾ ഉൾക്കൊള്ളുന്ന, അന്ധകാര വ്യാപാരത്താൽ നിറയപ്പെട്ട നേതൃത്വമോ നേതാവോ സംഘടനയോ ഒരു വലിയ കൂട്ടമോ നീ തകരാൻ നോക്കി നിന്നാലും അവരുടെ നടുവിൽ ദൈവം നിന്നെ നിർത്തും. കുറേ നേരം അവർ നോക്കി നിന്നു, ചത്തുവീയും ചീഞ്ഞ് നാറുമെന്നൊക്കെ. പക്ഷെ പൗലോസ് എഴുന്നേറ്റ് നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവർ എന്താ പറഞ്ഞത്? അവരതുവരെയുള്ള മനോഭാവം മാറി, അവർ മനസ്സ് മാറി, അവൻ ദേവനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏത് നാവ് കൊണ്ടും, ആദ്യം പറഞ്ഞത് എന്താ? ഇവൻ കൊലപാതകൻ, കടലിൽ രക്ഷപ്പെട്ടിട്ടും നീതിയേവൻ അവനെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഏത് നാവ് കൊണ്ടും നിന്നെ ദൂഷിച്ചോ ആ നാവ് കൊണ്ട് നിന്നെ പുകഴ്ത്തി പറയാണ്ട് ഇവൻ സാവകാശമൊരുക്കും. വിശ്വസിക്കൂ, ഇത് ദൂതായി ഏറ്റെടുക്കൂ. ശത്രുക്കൾ കാണുക അവൻ വിരുന്നൊരുക്കുന്നവനാണ്. ഞാൻ കൂടെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ തലയിൽ കയറി ഓടുന്നവർ കാണുക അവൻ അത്ഭുതങ്ങൾ ചെയ്യും. മനുഷ്യൻ തലയിൽ കയറി ഓടാൻ അനുവദിച്ചെന്ന് വരാ, നിന്ദിക്കാൻ, അപമാനിക്കാൻ, ആക്ഷേപിപ്പാൻ ആ തലയിൽ കയറി ഓടുന്നവരുടെ മുമ്പിൽ ദൈവം അത്ഭുതം ചെയ്യും. ഈ പ്രഭാഷണം വേഗത്തിൽ നിർത്തുന്നതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടട്ടെ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഒരിടയൻ ആടിനു വേണ്ടി ചെയ്യുന്ന 8ാമത്തെ കാര്യം, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സങ്കീർത്തനം 45 എൻ്റെ കൂട്ടുകാരിൽ പരമായി അവനെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നു. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 2 ആനന്ദ തൈലം, സന്തോഷത്തിൻ്റെ തൈലം. ഇതിനെക്കുറിച്ച് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പ്രത്യേക കാലഘട്ടങ്ങളിൽ ഇസ്രായേലിലെ അല്ലെങ്കിൽ പലസ്തീനിലെ ഉണങ്ങിപ്പോയ ചെടികളെല്ലാം കിളിർത്ത് വളർന്ന് പുഷ്പിക്കാൻ, പൂവിടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം ഈച്ചകൾ അവിടെയെല്ലാം വന്നിരിപ്പാൻ തുടങ്ങും. ആ ഈച്ചകൾ ഈ ആടുകളെ ശല്യം ചെയ്യുവാൻ തുടങ്ങും. ഈ ആടുകളുടെ ചെവിയിലുമൊക്കെ കയറി അത് മുട്ടയിട്ട് വിരിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇറിറ്റേഷനാകും. ചില ആടുകൾ രക്തസ്രവം വന്ന് ചെവിയിലൂടെ മൂക്കിലൂടെയൊക്കെ രക്തം വന്ന് മരിക്കും, ചാകും. അപ്പോൾ ഇത് മുൻപേ കണ്ടുകൊണ്ട് ഒരു പ്രത്യേകതരം സുഗന്ധദ്രവ്യക്കൂട്ടുകൾ ഇടിച്ച് ചേർത്ത ഒരു എണ്ണ ആടിൻ്റെ തലയിൽ ഇടയൻ ഒഴുക്കുന്നു, വെച്ചുവിടുന്നു. ഈ എണ്ണ പകരപ്പെട്ട ആടിൻ്റെ അരികിലേക്ക് ഈ ക്ഷുദ്രജീവികൾ, ഈ ഈച്ചകൾ വരില്ല, ഈ പ്രാണികൾ വരില്ല. പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അല്ലെങ്കിൽ എണ്ണയാൽ അഭിഷേകം നിന്നെ പല ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, രക്ഷപ്പെടുത്തുന്നതാണ്. നിന്നെ തകർക്കുവാനുള്ള ക്ഷുദ്രജീവികൾ നിന്നോട് അടുക്കാതെ നിന്റെ തലമേലുള്ള അഭിഷേകം നിന്നെ കാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ തലയെ എണ്ണ കൊണ്ടവൻ അഭിഷേകം ചെയ്യുന്നു. അതുകൊണ്ടാണ് സഭാപ്രസംഗം 9:8 പറഞ്ഞു, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ദൈവവേദന ജീവിത വിശുദ്ധി സൂക്ഷിക്കുക, അഭിഷേകത്തിന് നിറവിൽ നിൽക്കുക. ജീവിത വിശുദ്ധി ഉള്ളവനെ, അഭിഷേകം നിറവുള്ളവനെ തകർക്കാൻ ലോകത്തിന് ശക്തിയും കഴിയില്ല. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ളവനായതുകൊണ്ട് ഹെരോദാവനെ ഭയപ്പെട്ടു. ലീഡർഷിപ്പ് പോലും അവനെ ഭയപ്പെടുന്നു. ഭരണാധികാരികൾ പോലും ഭയപ്പെടുന്നു. പലപ്പോഴും ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പലരും കാരണം കൂടാതെ എതിർക്കുന്നു, കാരണം കൂടാതെ ഒറ്റപ്പെടുത്തുന്നു, കാരണം കൂടാതെ തകർക്കാൻ നോക്കുന്നു. മറുപടി ഇത്രയേ ഉള്ളൂ, നിൻ്റെ മേൽ അഭിഷേകമുണ്ട്, നിൻ്റെ മേൽ ദൈവകൃപയുണ്ട്. നിൻ്റെ മേൽ അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ടെങ്കിൽ ഒരു ക്ഷുദ്രജീവിക്കും നിന്നെ നശിപ്പിക്കാൻ, തകർക്കാൻ കഴിയില്ല. എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അടുത്ത വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഷുവർലി എന്ന പദമുണ്ട്. ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. നന്മ, കരുണ
കൃപ, ദയ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എവിടെ വരെ? എൻ്റെ ആയുഷ്കാലമൊക്കെയും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നീ അതിൻ്റെ പുറകിന് പോകണ്ട, അത് നിൻ്റെ പുറകിന് വന്നുകൊണ്ടേയിരിക്കും. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങളുണ്ട്, ചിന്തിപ്പിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ്, നമ്മൾ ഈ പ്രഭാഷണത്തെ ആരംഭിൽ ചിന്തിച്ചു, പുൽപ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നവനാണ്. എല്ലാവരും അവനെ അവഗണിച്ചതാണ്. അഭിഷേക തൈലവുമായി പ്രവാചകൻ വീട്ടിൽ വന്നപ്പോഴും അവനെ അപ്പൻ പോലും മറന്നു കളഞ്ഞു, അവഗണിച്ച് കളഞ്ഞു. കാരണം അവൻ ഇതിന് കൊള്ളത്തില്ലെന്നാണ് അപ്പം വിചാരിച്ചത്. തടിമാടന്മാരായ ആരോഗ്യമുള്ള ചേട്ടനിയന്മാരുള്ളപ്പോൾ അവരെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് നിർത്തി കാണിച്ചു കൊടുത്തു. അവസാനം ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഉള്ളതിൽ ഒരുത്തൻ ഇളയവനുണ്ട്, അവൻ ആടുമേയിക്കുകയാണെന്ന് പറഞ്ഞ് അവനെ വിളിപ്പിച്ചു. സത്യത്തിൽ ദാവീദ് വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായതുകൊണ്ട് അപ്പൻ അവൻ്റെ ആടിനെ വിട്ടുവിട്ടത്. പക്ഷെ വിശ്വസ്തനെ രാജസ്ഥാനത്തേക്ക് കൊള്ളത്തില്ലെന്ന് അവൻ ചിന്തിച്ചു. ഇന്ന് വിശ്വസ്തന്മാരെ പലർക്കും വേണ്ട, ആത്മപൂർണന്മാരെ വേണ്ട, ഭക്തന്മാരെ വേണ്ട, മിടുക്കന്മാരെ മതി, കായമലമുള്ളവരെ മതി, പണക്കാരെ മതി, പണക്കൊഴുപ്പുള്ളവരെ മതി. പക്ഷെ ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ദൈവത്തിൻ്റെ ദാസൻ ശൗമേൽ പറഞ്ഞ, അവൻ വന്നിട്ടല്ല അത് ഞാൻ പന്തിക്കിരിക്കില്ല. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ലോകത്തിൽ ആരെല്ലാം നിന്നെ അവഗണിപ്പാൻ നോക്കിയാലും, ലോകത്തിൽ ആരെല്ലാം നിന്നെ തൃണവൽഗണിപ്പാൻ നോക്കിയാലും, നിന്നെ അവോയ്ഡ് ചെയ്യുവാൻ, നിന്നെ ഒഴിവാക്കാൻ നോക്കിയാലും, സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ലെന്നൊരു അഭിഷക്തനെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. നിന്നെ അവൻ സിംഹാസനത്തിലെത്തിക്കും. ഈ അഭിഷക്തനായ ദാവീദ് പുൽപ്പുറത്തു നിന്ന് ദൈവം ഉയർത്തി രാജാവായി ദൈവം എല്ലാ നന്മയും നൽകിയപ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ അവൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവനോട് ചില വാഗ്ദത്തങ്ങൾ നൽകി. അവൻ ആലയം പണിയാനായി എല്ലാം സ്വരൂപിച്ച് വെച്ച് ആലയം പണിയാൻ തുടങ്ങിയപ്പോൾ നാഥാൻ പ്രവാചകൻ വിട്ട് പറഞ്ഞു, നീയല്ല പണിയേണ്ടത്, നിൻ്റെ മകനാ. ഒത്തിരി വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവദാസൻ നെടുമ്പാട് വീണ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 16-16 വാക്യങ്ങൾ. അപ്പോൾ ദാവീദ് രാജാവ് അകത്തിയെന്നു, യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. പറഞ്ഞെന്തെന്നാൽ, ദൈവത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുതം പറയുക, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? 17-ാം വാക്യം. ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയനെ ഇത് ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് എന്തു പറയണ്ടു? നീ അടിയനെ അറിയുന്നല്ലോ. അടുത്ത വാക്യമൊക്കെ വായിച്ച് നോക്കണം. ദാവീദ് ദിവസം നെടുമ്പാട് വീഴുകയാണ്. അവൻ ചോദിക്കുന്നു, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? അത് മാത്രമല്ല, ഇതും പോരാ എന്ന് നിനക്ക് തോന്നി. കേട്ടോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പുൽപ്പുറത്തുനിന്ന് ദൈവം വിളിച്ചുകൊണ്ടുവന്ന് സിംഹാസനത്തിൽ അവനെ അനുഗ്രഹിച്ചു. എതിർക്കുന്ന എല്ലാ ശത്രുക്കൾ മീതെ ദൈവം അവനെ ഉയർത്തി. അവന് നേരെ അമ്പെയ്ത് വിട്ട, ശൂലം കുത്തിയിറക്കാൻ നോക്കിയ, ഭിത്തിയോട് ചേർത്ത് കുത്താൻ നോക്കിയ ശൗലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം ദാവീദിനെ ഉയർത്തി. അവസാനം ദാവീദിനോട് പറഞ്ഞ്, നിന്റെ തലമുറയും ഞാൻ അനുഗ്രഹിക്കും. ദാവീദ് പറയുക, ഇത്രയും പോരാ എന്ന് നിനക്ക് തോന്നി. സ്നേഹിതരെ, ഈ വേദഭാഗം പലപ്പോഴും എന്നെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന, സ്വർഗത്തിലെ ദൈവത്തിന് തോന്നി ഇത്രയും നന്മ ദാവീദിന് കൊടുത്താൽ പോരാ, ഇത്രയും അനുഗ്രഹം കൊടുത്താൽ പോരാ, ഇത്രയും പ്രശസ്തി കൊടുത്താൽ പോരാ. ദൈവം ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ തോന്നും. തമ്പുരാന് തോന്നുക അവൻ ഇത്രയും കൊടുത്താൽ പോരാന്ന്. തമ്പുരാന് തോന്നുക ഇത്രയും ഉയർത്തിയാൽ പോരാന്ന്. എൻ്റെ ദൈവത്തിന് ഒരാളെ ഇത്ര ഉയർത്തിയാൽ പോരാ, ഇത്രയും അനുഗ്രഹിച്ചാൽ പോരാ, ഇത്രയും നന്മ കൊടുത്താൽ പോരാ എന്ന് ദൈവത്തിന് തോന്നിയാൽ, ആ നന്മയെ മുടക്കാൻ, ആ അനുഗ്രഹത്തെ തടയുവാൻ, ആ ഉയർച്ചയെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിലൊരു ശക്തിയും കഴിയില്ല. ദൈവത്തിന് ഉയർത്തണമെന്ന് തോന്നുന്നവനെ അവൻ ഉയർത്തും. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും പരിശുദ്ധാത്മാവനോട് സംസാരിക്കും, ഞാൻ ജനത്തോട് സംസാരിക്കുന്നതായ ദൂതാണ് പറയുന്നത്. ദൈവം ഒരുത്തനെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുത്തനെ വലുതാക്കാൻ തീരുമാനിച്ചാൽ, അവനെ ചെറുതാക്കാൻ ആർക്കും കഴിയില്ല. അവനെ ചെറുതാക്കാൻ, അവനെ നിസ്സാരനാക്കാൻ, അവനെ അപമാനിക്കാൻ, അവനെ ആക്ഷേപിക്കാൻ പല പദ്ധതിയും സാത്താൻ ഇറക്കിയെന്ന് വരും. പക്ഷെ അതൊന്നും വിലപ്പോകില്ല. അതാ പറഞ്ഞത്, ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവനെ ജയിച്ചില്ല. അതാ നമ്മൾ വായിച്ചുകൊണ്ടെങ്കിൽ, ശത്രുക്കൾ കാൺകൻ വിരുന്നൊരുക്കും, തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും,
നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടരും. 112 സങ്കീർത്തനം 1 മുതൽ വായിച്ചാൽ നേരുള്ളവൻ്റെ ഫലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യ സമ്പത്ത് അവൻ്റെ വീട്ടിലുണ്ടാകും. ദുഷ്ടൻ അത് കണ്ട് പല്ല് കടിച്ച് ഉരുകും. വെറുതെ പല്ല് കടിച്ച് പല്ലിൻ്റെ ഇനാമൽ കളയാമെന്നേ ഉള്ളൂ. ദൈവം ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അർത്തകസ് രാജാവിൻ്റെ രാജധാനിയിൽ ശൂഷൻ രാജധാനിയുടെ വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായിയെ ദൈവം ബഹുമാനിപ്പാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അവന് വേണ്ടി കഴുകുമരം ഒരുക്കിയ ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് സഞ്ചരിക്കുന്ന വാഹന മൃഗത്തിൽ കയറ്റി രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ പട്ടണത്തിലെല്ലാം കൊണ്ടു നടന്നു. ആര് നിനക്കെതിരെ കഴുകുമരം ഒരുക്കിയോ അവൻ്റെ കൺമുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുന്നത്, ദൈവം നിന്റെ തലമുറയെ മാനിക്കുന്ന നീ കാണും. ഇത് വിശ്വസിക്കൂ. ആരോടൊക്കെയോ ദൈവദൂതാണ്. നീ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക, വിശ്വസ്തയോടെ ദൈവത്തെ പിന്തുടരുക, അവൻ്റെ വഴിയിൽ തന്നെ നടക്കുക, ദൈവത്തിന് അവനിഷ്ടം തോന്നുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, ദൈവത്തിൽ നെടുമ്പാട് വീഴുക, ദൈവം ഉയർത്തും തോറും നിലവിളിക്കുക. ദാവീദിനെ പോലെ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് പറയുക. വേദപുസ്തകം നമ്മൾ നോക്കിയാൽ അബ്രഹാമിനോടും ദൈവം ഇങ്ങനെ ചെയ്യുന്നതായി കാണാം. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിച്ച ശേഷം ദൈവം അവനെ അനുഗ്രഹിച്ചു, അനുഗ്രഹ വാക്കുകൾ നൽകി. കയറിപ്പോയ തമ്പുരാൻ വീണ്ടും ഇറങ്ങി വന്നവനോട് സംസാരിക്കുക. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയില്ലേ? തമ്പുരാൻ അത്രയും പറഞ്ഞിട്ട് പോയിട്ട് തോന്നുക ഇത് പോരാ കൊടുത്തതെന്ന്. സ്തോത്രം. ചിലരെക്കുറിച്ചൊക്കെ ദൈവത്തിന് അങ്ങനെ പ്ലാനുണ്ട്. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പ്രസംഗിക്കുന്നത്, ഭൗതിക സമൃദ്ധിയുടെ കാര്യം മാത്രമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ അത് മാത്രം പറയുന്ന ആളല്ല. ഹൃദയ സമാധാനം, സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, നീതി, സമാധാനം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഇതും അതിൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരാളെ ഉയർത്തിയാൽ പോരാ എന്ന് തോന്നുന്നു, ഇത്രയും അനുഗ്രഹിച്ചാൽ പോരാന്ന് തോന്നുന്നു, ഇത്രയും മാനിച്ചാൽ പോരാന്ന് തോന്നുന്നു, ഇത്രയും പേര് വലുതാക്കിയാൽ പോരാ എന്ന് തോന്നുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ നീതിയാ. അവൻ്റെ ജ്ഞാനം, അവൻ്റെ അറിയത്ര അപ്രമേയമാണ്. ദൈവത്തിൻ്റെ പ്ലാനുകൾ എത്ര ഉന്നതമാണ്. ചേറ്റിൽ കിടക്കുന്നവനെയൊക്കെ ദൈവം ഉയർത്തുന്ന വഴികൾ എത്ര വലുതാണ്. പാറമേൽ നിർത്തുന്നു, അർഹിക്കാത്ത നന്മകൾ നൽകുന്നു. നിഗളിച്ചു പോകരുതേ, എല്ലാം ദൈവത്തിന് ദാനമാണ്. നിങ്ങളിന്ന് അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിന് തോന്നി ഇത്രയൊന്നും നിങ്ങളെ അനുഗ്രഹിച്ചാൽ പോരാന്ന്, ഇത്രയൊന്നും ഉയർത്തിയാൽ പോരാന്ന്. അവസാനമായി അവൻ്റെ അവസാന പദം, ആ സങ്കീർത്തന അവസാന വാക്യം ഇങ്ങനെയാണ്: എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും, യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. സത്യത്തിൽ പ്രിയ ദൈവമക്കളെ, 23 സംഘങ്ങളിലെ അവസാന വാക്യമാണ് എനിക്ക് വളരെ ഇഷ്ടം നൽകിയത്. സ്തോത്രം. ആട് പറഞ്ഞു. ആട് ഇതുവരെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇടയൻ പറയാൻ തുടങ്ങുക. അല്ലെങ്കിൽ ദാവീദ് ഇപ്പം പറയാം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അൾട്ടിമേറ്റ് എയിം, നമ്മുടെ അൾട്ടിമേറ്റ് ടാസ്ക്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, 27 സങ്കീർത്തനം 4 വാക്യം: ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഇസ്രായേലിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ആരാധനയെക്കുറിച്ച് പഠിച്ചു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ സാധാരണ ആളുകൾക്ക് വരാം, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന് വരാം, അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതന് ചെല്ലാം. അവിടെയാണ് കൃപാസനം, അവിടെയാണ് ദൈവദേശം ഇറങ്ങുന്നത്, അവിടെയാണ് മന്നായിട്ടിരിക്കുന്ന പാത്രം, അവിടെയാണ് അഗ്രവൻ്റെ തളർത്ത വഴി, അവിടെയാണ് ഷെക്കൈന ഇറങ്ങുന്നത്. അവിടേക്ക് സാധാരണക്കാരന് വരാനൊക്കെ ഇല്ല. ആ കാലഘട്ടത്തിൽ ഭക്തൻ പാടുക, ഞാൻ ദൈവോടൊരു കാര്യം ഉപേക്ഷിച്ചു, യഹോവയുടെ കാര്യം ഉപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ഇതാണൊരു ഭക്തൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ട ദൈവം, ഇതിലെ വെളിപ്പാട് പുസ്തകം പറയുന്നു, ദൈവം താൻ 22 അധ്യായം അവിടെ ദൈവമായിരിക്കും, അവൻ അവരോട് വസിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഫോർ എവർ, ആയുഷ്കാലം മുഴുവൻ, എവർ ലാസ്റ്റിംഗ്.
നിത്യയുഗങ്ങൾ ഞാൻ ദൈവത്തോടൊപ്പം വസിക്കും. ഈ പ്രത്യാശ നൽകുന്ന ഒരു മതമില്ല, വേറെ ഒരു മാർഗമില്ല. ഈ പ്രത്യാശ നൽകുന്ന വേറൊരു പുസ്തകമില്ല. ഞാൻ യുഗായുഗങ്ങൾ കർത്താവിനോടൊപ്പം വസിക്കും. നോക്കൂ, തുടക്കം പച്ചയായ പുൽപ്പറത്തിലൂടെ, സ്വസ്ഥതയുള്ള വെള്ളത്തിലൂടെ, പിന്നീട് നീതിപാതകളിലൂടെ, ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെ പോയി, പിന്നെ കൂരിൽ താഴ്വരയിലൂടെ പോയി, പിന്നെ ശത്രുപീഡയായി. സ്തോത്രം. ഇതെല്ലാം അവസാനിച്ചപ്പോൾ പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇവിടെ ദീർഘകാലം എന്ന് എഴുതിയിരിക്കുന്നു, പക്ഷേ എവർ ലാസ്റ്റിംഗ് ലൈഫിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഫോറെവർ എന്നാണ്. എന്നും എന്നും ഞാൻ കർത്താവിനോട് വസിക്കും. അതാണ് ഒരു പാട്ടുകാരൻ പാടിയത്, ഇന്ന് വന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ പാർക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, യേശു വാഗ്ദാനം നൽകുന്നത്, അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തും, അവനോട് കൂടെ ഇരുത്തും. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, വാഗ്ദത്തം ചെയ്യുന്ന നാട്ടിൽ അവൻ സിംഹാസനിക്കുമ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചത്, ഞങ്ങൾ നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്നാ കിട്ടും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ തന്നെ സിംഹാസനം വരുമ്പോൾ നിങ്ങളും സിംഹാസനിൽ ഇരിക്കും. നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. നിങ്ങൾ ന്യായാസനസ്ഥരായിരിക്കും. നിങ്ങൾ രാജാക്കന്മാരായി വാഴും. ഇവിടെ കർത്താവ് പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം, വെളിപ്പാട് 3:12, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും, അവൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. അതാണ്, ഒരിക്കലും പോകേണ്ടി വരില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. 26-ാം വാക്യം, ജയിക്കുന്നവന് എൻ്റെ സിംഹാസനിൽ പോകാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനാണ് പ്രതിഫലം. ഇന്നും എന്നേക്കും വേർപിരിയാതെ നമ്മൾ കർത്താവിനോടൊപ്പം വാഴും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നോടുകൂടെ വാഴും. ഈച്ചയും പൂച്ചയും എലിയും പുലിയുമായി തീരുമെന്നുള്ളതല്ല ക്രിസ്തീയ പ്രത്യാശ. സാധാരണ ആളുകൾ ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. നോ, ദൈവം എവിടെയുണ്ടോ, യേശു എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം. യേശുവിനോടൊപ്പമാകുക, യേശുവിനെ പോലാകുക, യേശുവിൻ്റെ തത്തുല്യ രൂപം നമ്മൾ പ്രാപിക്കുക. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ രൂപം പ്രാപിപ്പാൻ, അവനോട് അനുരൂപപ്പെടുവാൻ, അവനോടൊപ്പം വസിക്കുവാൻ, അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആട് അവസാനം പറയുകയാണ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, ഇനിയും എന്നെ അവിടുന്ന് ആരും വേർപിരുത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വേർപാടിൻ്റെതാണ്, ദുഃഖത്തിൻ്റെതാണ്, കണ്ണുനീരിൻ്റെതാണ്, നിലവിളിയുടേതാണ്, മുറവിളിയുടേതാണ്, യാത്രയയപ്പിൻ്റെതാണ്. സ്നേഹിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, സ്നേഹിച്ചവരിൽ നിന്നൊക്കെ വേർപെടേണ്ട അവസ്ഥ ഉണ്ടാകും. ഉദ്യോഗമണ്ഡലത്തിലിരിക്കുന്നവർ വേർപാട് അനുഭവിക്കുന്നുണ്ട്, സെൻഡ് ഓഫ് അനുഭവിക്കുന്നുണ്ട്. പാസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ജോലി സ്ഥലങ്ങളിൽ നിന്ന് മാറും. പരിചയിച്ച, സ്നേഹിച്ച കൂട്ടുകാരെ, സ്നേഹിതരെ വിട്ടുപിരിയും. ഒത്തിരി യാത്രയപ്പിയോഗങ്ങൾ ഞങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി വരാറുണ്ട്. ഏറ്റവും അധികം വേദന എഫക്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്. ഈ ദൈവദാസന്മാരൊക്കെ മാറി സൂക്ഷിക്കുന്നവരുണ്ട്. അവരെ 3 വർഷം കൂടുമ്പം പല സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന വലുതാണ്. അവർ പഠിച്ച സ്കൂളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് അറിയാത്തൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ജോലി സ്ഥലത്ത് നിന്ന് സ്നേഹിച്ച് വരുമ്പോഴത്തേനും, പരിചയപ്പെട്ട് വരുമ്പോഴത്തേനും ഇവിടുന്ന് മാറേണ്ട അവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ വേർപാടല്ലേ ഒരു നിമിഷം. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വാർത്തയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി സന്തോഷത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് പോയ ആളുകൾ തിരിച്ചു വരും മുമ്പ് പ്രാണൻ പോയി, തിരിച്ച് ഡെഡ് ബോഡിയാണ് വരുന്നത്. അങ്ങനെ എത്രയോ അപകടങ്ങളാൽ, സ്വാഭാവിക മരണത്താൽ, കാർഡിയാക് അറസ്റ്റിനാൽ, ഹാർട്ട് അറ്റാക്കിനാലൊക്കെ മാറ്റപ്പെടുന്നു. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ, കണ്ട് കൊതി തീരും മുമ്പേ പലരും യാത്ര അയക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ദൈവവേദന, നീ രക്ഷിക്കപ്പെട്ട ദൈവവേദനെങ്കിൽ, യേശുവിനെ ചോരയാൽ വീണ്ടെടുക്ക് പ്രാപിച്ചുവെങ്കിൽ, നീ യഥാസ്ഥാനപ്പെട്ടവനെങ്കിൽ,
കർത്താവ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നീ യഹോവയാം യാഗിൻ്റെ കൈക്കലെ ആടാണെങ്കിൽ, എന്നുമെന്നും വേർപിരിയാതെ ക്രിസ്തുവിൻ്റെ കൂടെ പാർക്കുന്നൊരു കാലമുണ്ട്. അതാണ് കീർത്തനക്കാരൻ പറഞ്ഞ മനോഹര ദിവസം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, അവിടെ ആരാധനയുള്ളൂ, എന്നല്ല തീർന്ന് ഞാൻ ഹല്ലേലൂയാ ഗാനം പാടുമെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, 100-ാം സങ്കീർത്തനം വരെ പരിതാപനങ്ങളാണ്, പരാതി പറച്ചില്ല. 100-ാം സങ്കീർത്തനം മുതൽ ആരോഹണ ഗീതങ്ങളാണ്, ഹല്ലൽ ഗീതങ്ങളാണ്. ഹല്ലൽ ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ജയഗീതങ്ങൾ. പിന്നെ പരാതി പറച്ചിലില്ല, പിന്നെ പുറവുറുപ്പില്ല, പിന്നെ ദുഃഖമില്ല, പിന്നെ ക്രിസ്തുവിൻ കൂടെ വാഴ്ച. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം അതായി മാറട്ടെ. കർത്താവിനോടൊപ്പം വാഴാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. നല്ല ഇടയനായ കർത്താവിനെ പിൻപറ്റാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലയോ? നിങ്ങൾ ക്രിസ്തുവാകുന്ന ഇടയൻ്റെ കയ്യിലെ ആടാണോ? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനുള്ള അവസരമാണ്. അതിനായി നിങ്ങൾ ദൈവം ഒരുക്കട്ടെ. നിങ്ങൾ പിശാചെന്ന കൗളിടയൻ്റെ പുറകെ പോകാനല്ല, യേശു ക്രിസ്തു എന്ന നല്ലിടയനെ പിൻഗമിപ്പാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, കുടുംബത്തിന് ദൈവം കൃപ നൽകട്ടെ. ഈ പ്രത്യാശയാൽ നിങ്ങൾ നിറയപ്പെടട്ടെ. കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. നമ്മളൊരു പക്ഷേ പല സ്ഥലങ്ങളിലാണ്. ഈ പ്രഭാഷണത്തിലൂടെ, ടി വിയുടെ മാത്രമേ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. നിങ്ങളെ എനിക്കും കാണാൻ കഴിയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, അല്ല ഈ പ്രഭാഷണം നിമിത്തം നിങ്ങൾ കർത്താവിലേക്ക് അടുത്തെങ്കിൽ, നിങ്ങളെ എനിക്കൊരിക്കൽ കാണുവാൻ കഴിയും. ദൈവകൽപ്പന അനുസരിച്ചെങ്കിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്നൊരു ദിവസമുണ്ട് ബയോളുടെ തീരത്ത്. ആ സ്വർഗീയ പ്രതീക്ഷയിൽ പേർ വിളിക്കും നേരം ഒന്നിച്ചുകൂടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ആസ്വദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ പ്രഭാഷണം കേട്ടവർക്കായി സ്തുതിക്കുന്നു. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവമേ, തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടർത്തുന്ന ദൈവമേ, എല്ലാറ്റിനുപരി അവിടെ ആലയത്തിൽ ദീർഘകാലം വസിപ്പാൻ കൃപ തരണം. മുമ്പ് പറയപ്പെട്ട ഒരു നന്മയും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കർത്താവേ, നിന്റെ മുഖം കണ്ട് നിന്നെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലെത്തുവാൻ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് കൃപ നൽകണം. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ബലഹീനർക്കായി പ്രാർത്ഥിക്കുന്നു, ഭവനമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഭാഗപ്രായമായ പെൺകുഞ്ഞുങ്ങളെ നെടുവീർപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അതിലെല്ലാം ഉപരി ഞങ്ങളുടെ കർത്താവ് ഒഴുക്കുന്ന നിത്യനാട്ടിൽ, ആ സൗഖ്യ സ്ഥലത്ത്, ആ ശാശ്വത ഭവനത്തിൽ എത്തിച്ചേരുവാൻ എൻ്റെ കേൾവിക്കാർക്ക് നിങ്ങളുടെ നൽകണം. ചിലരെങ്കിലും ഈ പ്രഭാഷണത്താൽ അതിനെ ഒരുക്കപ്പെടട്ടെ. ഇതിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി ഞങ്ങളെ ഇപ്പോൾ തന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ മറക്കരുത്. ഈ പ്രോഗ്രാം നിങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങളാൽ കഴിയുന്ന നന്മകൾ ചെയ്തതിന് സ്പോൺസർ ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതരോട്, കുഞ്ഞുങ്ങളോട് പറയുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.